ഈ കുറച്ച് നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അർജുൻ ഈ ഭൂമിയിലില്ല, ഓർമ്മകൾ മാത്രമായി മാറും എന്നതാണ് ഏറ്റവും ദുഃഖപ്പെടുത്തുന്ന കാര്യം. കുടുംബത്തെയും നാട്ടുകാരെയും ഒക്കെ സംബന്ധിച്ച് എങ്കിൽ തന്നെയും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കുടുംബം തയ്യാറായിട്ടുണ്ട് എന്നത് തന്നെയാണ്. അത് വൈകാരികമാണെങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞു അവർ എന്നത് കൂടിയാണ്. കാരണം ഇത്രയും നാൾ നീണ്ടു നിന്ന ഒരു തിരച്ചിലാണ്, സമാനതകളില്ലാത്ത തിരച്ചിലാണ്. ഇതിനു മുൻപ് വിധത്തിലൊന്നും തന്നെ നമ്മുടെ നാട് സാക്ഷ്യം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് ഒരുങ്ങുകയാണ്. ബോഡി ചിതയിലേക്ക് എടുക്കുന്ന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. എങ്ങനെ നമ്മളിത് സഹിക്കും? എങ്ങനെ ആ കുടുംബം ഇത് സഹിക്കും? സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അർജുൻ നിത്യനിദ്രയിലേക്ക് നീങ്ങുകയാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അർജുൻ നമുക്ക് ഇനിയൊരു ഓർമ്മ മാത്രമാണ്. സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. അർജുന് നെഞ്ചോട് ചേർത്ത് സ്നേഹവായ്പോടെ കേരളം വിട നൽകുകയാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ജനസാഗരത്തെ സാക്ഷി നിർത്തി, കേരളത്തിൻ്റെ മുഴുവൻ സ്നേഹത്തെയും സാക്ഷി നിർത്തി അർജുൻ മടങ്ങുകയാണ്. അർജുൻ നമുക്കിനി ഒരു കണ്ണീരോർമ്മയാണ്. അർജുൻ നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നും ഉണ്ടാവുന്ന ഒന്നാകും. അർജുന് കേരളം വിട നൽകുകയാണ്. അർജുന് കേരളം യാത്രാമൊഴി നൽകുകയാണ്. അർജുൻ മടങ്ങുകയാണ്. ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങിയാണ്, ഒരു നാടിൻ്റെ മുഴുവൻ സ്നേഹവും നെഞ്ചിലേറ്റുവാങ്ങിയാണ് അർജുൻ മടങ്ങുന്നത്. അർജുന് ഇനി നിത്യനിദ്രയാണ്. നെഞ്ചു പൊട്ടിപ്പോകുന്നുണ്ട് ഒരു നാടിൻ്റെ, അനേകായിരം മനുഷ്യരുടെ. അർജുൻ നിത്യനിദ്രയിലേക്ക്. സംസ്കാര ചടങ്ങുകൾ അവിടെ ആരംഭിക്കുകയാണ്. പ്രണാമമർപ്പിക്കുകയാണ് കേരളം. ഉള്ളു പിടഞ്ഞ് തൊണ്ടയിടറി കേരളം അർജുനെ യാത്രയാക്കുന്നു. നമ്മൾ അർജുനെ യാത്രയാക്കുകയാണ്. സ്വന്തം വീടിന് തൊട്ടടുത്തായി, സ്വന്തം വിയർപ്പിൽ പടുത്തുയർത്ത വീടിൻ്റെ തൊട്ടടുത്തായി അർജുന് ചിതയൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. അർജുന് കേരളം വിട നൽകുന്ന നൊമ്പരമുണർത്തുന്ന കാഴ്ചകൾ. പ്രിയപ്പെട്ട സഹോദരന് കണ്ണീരിൽ കുതിർന്ന്, കണ്ണീരിൽ ചാലിച്ച് കേരളം വിട നൽകുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി KB ഗണേഷ് കുമാറും ഇപ്പോൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന് കേരളം യാത്രാമൊഴി നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരന് നെഞ്ചു പൊടിഞ്ഞ് കേരളം യാത്ര പറയുകയാണ്. അർജുൻ ഇനി ഒരു ഓർമ്മ മാത്രമാണ്. ആ ഓർമ്മ അനേകായിരം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കും. നെഞ്ചുലഞ്ഞ് കണ്ണു നിറഞ്ഞ് കേരളം യാത്ര പറയുകയാണ്. കേരളം അർജുന് വിട നൽകും. കേരളം അർജുനെ യാത്രയാക്കുന്നു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്. ഈ വിലാപം കേരളത്തിൻ്റെ ഓരോരോ ഗ്രാമങ്ങളിലും അവിടെ എത്താൻ പറ്റാത്ത ഓരോ മനുഷ്യരും ടെലിവിഷനിൽ കാണുന്നുണ്ട്. ഇത് വിട പറയുകയാണ് അർജുൻ. വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്ത് ഈ കണ്ണീരിന് ഉത്തരമെന്താണ്? കേരളം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേരളം. എല്ലാ വാക്കുകളും അപ്രസക്തമാകുന്നു. എല്ലാ വാക്കും അപ്രസക്തമാകുന്ന ഒരു മുഹൂർത്തം. കണ്ണ് നിറയാതെ ആർക്കാണ് ഇത് കണ്ടു നിൽക്കാൻ സാധിക്കുക? നെഞ്ചു പൊട്ടാതെ
ആർക്കാണിത് കണ്ടു നിൽക്കാൻ സാധിക്കുക? അർജുൻ മടങ്ങുകയാണ്. സ്നേഹത്തിൻ്റെ കടലെല്ലാം താണ്ടി അർജുൻ മടങ്ങുകയാണ്. ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മൾ അർജുനെ. ഒരു കുടുംബത്തിൻ്റെ, ഒരു വീടിൻ്റെ മാത്രം സങ്കടമല്ല ഇത്, നമ്മുടെ നാടിൻ്റെ മുഴുവൻ സങ്കടമാണ്. അർജുൻ മടങ്ങുമ്പോൾ കേരളം അർജുനെ കാണുന്നത് ഒരു കൂടപ്പിറപ്പായാണ്. അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഹൃദയം പൊള്ളി കേരളം അർജുന് യാത്രാമൊഴി നൽകുകയാണ്. മന്ത്രി കെ വി ഗണേഷ് കുമാറും എ പ്രദീപ് കുമാറും എല്ലാം അവിടെ ഉണ്ട്. അർജുൻ മടങ്ങുകയാണ്. അർജുൻ്റെ അന്ത്യകർമ്മങ്ങളാണ് കാണുന്നത്. ഈ ദുഃഖത്തിന്, ഈ സങ്കടത്തിന് എന്താണ് ഉത്തരം അറിയില്ല. നെഞ്ചു പൊടിഞ്ഞ് കണ്ണ് നിറഞ്ഞല്ലാതെ കണ്ടിരിക്കാൻ കഴിയില്ല ഈ കാഴ്ചകൾ. കേരളം നെഞ്ചോട് ചേർത്ത് അർജുനെ ഏറ്റുവാങ്ങുകയാണ്. കണ്ണാടിക്കൽ എന്നൊരു ഗ്രാമമല്ല, അതൊരു കണ്ണീർ കടലാണ്. നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ചേർത്ത് വെച്ച് ഒരു പുഴയായി പ്രവഹിക്കുന്ന കണ്ണീരിൻ്റെ കടലായി മാറിയിരിക്കുന്നു കണ്ണാടിക്കൽ. അർജുന് നെഞ്ചു പൊടിഞ്ഞ് കേരളം പിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം ഇന്ന് കേരളത്തിൻ്റെ ആകെ ദുഃഖമാണ്. അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് അർജുന് വിട നൽകുമ്പോൾ ചേർത്ത് പിടിക്കുന്നുണ്ട് കേരളം. അർജുൻ്റെ കുഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും നോവാണ്. അച്ഛനൊപ്പം ഓടിക്കളിച്ച അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിനെ അച്ഛൻ ഓർത്തു വയ്ക്കാനായി ആ അവസാന നിമിഷവും ആ കുഞ്ഞു കളിപ്പാട്ടം അർജുനൊപ്പം ഉണ്ടായിരുന്നു. കണ്ടു നിൽക്കാനാവില്ല, ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല. അത്രയും തീവ്രമായ വികാരത്തിൻ്റെ പരകോടിയിലാണ് നമ്മളെല്ലാവരും എന്ന് പറയാം. അർജുനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിട പറയുകയാണ് കേരളം.